അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതുപോലെ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ തഗ്ദൂ ഖിമാസൻ വതറൂഹു ബിത്വാനാ കളകളാരവം മുഴക്കി അതിരാവിലെ വീടുകളിൽ നിന്ന് ഭക്ഷണവും അന്നവും തേടി പറന്നു പോകുന്ന പക്ഷിലതാദികളെ നമ്മൾ കാണാറില്ലേ? അവര് വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോ അവര് ഒട്ടിയ വയറുമായിട്ടാണ് പോകുന്നത്. അവർക്ക് വല്ല കച്ചവടവുമുണ്ടോ, വല്ല ബിസിനസ്സുമുണ്ടോ? ഭക്ഷണം എവിടെയെങ്കിലും എടുത്തു വെച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. നിറഞ്ഞ വയറുമായിട്ടാണ് അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു വരുന്നത്. എല്ലാത്തിന്റെയും അധിപതി നാഥനായ റബ്ബാണ്. ആ റബ്ബിൻ്റെതല്ലാത്തതായി ഇവിടെ ഒരു തീരുമാനങ്ങളും ഇല്ല. അല്ലാഹു നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. മഹാനായ തുൽഹത്ത് ഇബ്നു മഹാനായ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയാണ്. മാഷാ അല്ലാഹ്, ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തുണ്ട്. അവർക്കുള്ള നീണ്ട ക്ലാസ്സിലാണ്. പക്ഷേ ശബ്ദം വല്ലാതെ ഉയർത്താൻ കഴിയുന്നില്ല. പട്ടിണിയിലാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും സ്വഹാബത്തിനും അല്ലാഹുവിന്റെ റസൂലിനും ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. മഹാനായ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു കൊടുക്കാൻ കയ്യിലൊന്നുമില്ല, വീട്ടിലാണെങ്കിൽ ഭക്ഷണവുമില്ല. പക്ഷേ മുത്തു റസൂലുള്ളാഹി തങ്ങൾ ഒട്ടിയ വയറുമായി സ്വഹാബത്തിന് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ദൂരെ നിന്ന് കാണുന്നു, വേദനിച്ചു പോയി. വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ കാണുന്നു. വല്ലതും ഉണ്ടോ ഇവിടെ? അല്ലാഹുവിന്റെ റസൂലിനെ നമുക്കൊന്ന് സൽക്കരിക്കണം. അതേ, മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ച അല്പം മാവല്ലാതെ വേറെ ഒന്നും ഇവിടെയില്ല. മദീന പള്ളിയിലേക്ക് പോവുകയാണ്. നീ എത്രയും പെട്ടെന്ന് അതൊക്കെ റെഡിയാക്കി വെക്കണം. ഞാൻ എന്റെ റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് ക്ഷണിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറയുന്നു, നബിയേ, അല്പം ഭക്ഷണമുണ്ട് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനും സ്വഹാബത്തും അങ്ങോട്ട് വരുന്നുണ്ട്, അതൊന്ന് റെഡിയാക്കി വെക്കണേ. ഭാര്യയോട് ചെന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂല് മാത്രമല്ല, സ്വഹാബത്തും എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലല്ലേ വരുന്നു എന്ന് പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ബേജാറില്ല. ഉള്ള ഭക്ഷണം മുഴുവനും ഞാൻ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കും. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും വന്നു. ഉള്ള ഭക്ഷണം മുഴുവനും മുന്നിൽ കൊണ്ടുപോയി വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമാക്കപ്പെട്ട ഉമനീര് ആ ഭക്ഷണത്തിലേക്ക് ചേർത്തുന്നു. ആയിരക്കണക്കിന് സ്വഹാബത്ത് ഭക്ഷിക്കുന്നു. അപ്പോഴും ഭക്ഷണം അതിൽ ബാക്കിയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സമയത്ത് പറഞ്ഞ ഹദീസാണ്, ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതുപോലെ ഭരമേൽപ്പിച്ചാൽ അവനിക്ക് അല്ലാഹു മതി. തഗ്ദൂ ഖിമാസൻ വതറൂഹു ബിത്വാനാ. ഒട്ടിയ വയറുമായി പക്ഷികൾ പോകുന്നു, നിറഞ്ഞ വയറുമായിട്ട് പക്ഷികൾ തിരിച്ചു വരുന്നു. അല്ലാഹുവേ, ഞങ്ങളും നിന്നിൽ ഭരമേൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ രാജ്യത്ത് ഞങ്ങൾക്ക് അനുകൂലമായ ഭരണാധികാരികളെ നീ കൊണ്ടുവരണേ അല്ലാഹ്. നീ കൊണ്ടുവരണേ അല്ലാഹ്. നീ കൊണ്ടുവരണേ അല്ലാഹ്.